Today I'm going to discuss about the documentary The Last Stand, and it is the part 3 and the final part of this video. So next it is mentioned about the Amazon rainforest, which covers much of the northwestern Brazil and extending to Colombia. Actually, Amazon rainforest, it is sharing 9 countries. Okay, that is, it spans 9 countries in South America. എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്രസീൽ, പെറു, ബൊളീവിയ, ഇക്വഡോർ, കൊളംബിയ, വെനിൻസുല, അങ്ങനെ ഏകദേശം ഒരു 9 കൺട്രീസോളം ഇതിൻ്റെ ഒരു സ്പാൻ അത്രയും ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോറസ്റ്റ് ഒരു ക്രൂഷ്യൽ റോൾ വഹിക്കുന്നുണ്ട്, സോഴ്സ് ഓഫ് റെയിൻഫാൾ ഫോർ മോസ്റ്റ് ഓഫ് ദീസ് ഏരിയാസ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് സാഡ് ടു നോട്ട് ദാറ്റ്. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ ഈസ് ഓൾസോ ഫേസിങ് ആൻ ഇഷ്യൂ ഓഫ് ഡിഫോറസ്റ്റേഷൻ എന്നുള്ളതാണ്. അവിടെയും ഇതുപോലെ വനമേഖല നശിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. സോയ് ഫാമിംഗ് നമുക്കെല്ലാവർക്കും അറിയാം. സോയ് ഫാമിംഗ് ആൻഡ് കാറ്റിൽ റാഞ്ചിങ് ആർ വെരി കോമൺ ഇൻ ആമസോൺ ഫോറസ്റ്റ്. സോയ് ബീൻസിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജനറേറ്റിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് വിച്ച് മേ ലീഡ് ടു ക്ലൈമറ്റ് ചേഞ്ച്. അത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. പിന്നെ ഇതറിയപ്പെടുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ഡ്രൈവർ ഓഫ് ഡീഫോറസ്റ്റേഷൻ ആഫ്റ്റർ കാറ്റിൽ റിയറിംഗ് എന്നാണ്. അതായത് ഡീഫോറസ്റ്റേഷൻ, അതായത് വനനശീകരണം അവിടെ നല്ല രീതിയിൽ സംഭവിക്കുന്നുണ്ട്. കാരണം ഒരു ലാർജ് ഏരിയ ഓഫ് ഫോറസ്റ്റ് ഇതിനാവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ക്ലൈമറ്റ് ചേഞ്ചിന് വരെ കാരണമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോയിൽ ഇറോഷനും അതർ ഡീഗ്രഡേഷൻസിനൊക്കെ കാരണമാക്കുന്ന ഒന്നാണ് ഈ സോയ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഒന്നാണ് കാറ്റിൽ റാഞ്ചിങ് എന്ന് പറയുന്നത്. അതായത് ഇറച്ചിക്ക് വേണ്ടിയിട്ടും പാലിന് വേണ്ടിയിട്ടൊക്കെ ഇതേപോലെ പശുക്കളെ വളർത്തുന്നത്. അതായത് ലെതർ, ഇതേപോലത്തെ കൗ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഇവരെ ഗ്രേസിങ്ങിന് വിടുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അതാണ് ഈ കാറ്റിൽ റാഞ്ചിങ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ദോഷകരമായിട്ട് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിൽ റാഞ്ചേഴ്സ് മെയിനായിട്ട് ലാൻഡ് ക്ലിയർ ചെയ്യും. അവരുടെ ഗ്രേസിങ്ങിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അവർ ഫോറസ്റ്റ് ഏരിയയൊക്കെ ക്ലിയർ ചെയ്യും. അതേപോലെ അവർ ഇല്ലീഗലായിട്ട് ഫയറൊക്കെ സെറ്റ് ചെയ്യും പെട്ടെന്ന് ഇത്ര ഏരിയ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇതേപോലെ സോയിൽ ഇറോഷനിലേക്കും എക്കോസിസ്റ്റത്തിൻ്റെ ഡീഗ്രേഡേഷനിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂവും ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഫേസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ദ സ്പീക്കർ ഓൾസോ ഡിസ്കസസ് എബൌട്ട് ദ നീഡ് ടു മെയിൻറ്റെയിൻ ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റ്. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആ ഒരു വലിയ ബിഗ് ടോൾ ട്രീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിലനിർത്തണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഓൾസോ മെൻഷൻഡ് അബൌട്ട് എ ഫോർമർ ലോഗർ നെയ്മഡ് മേർ വിൽക്കിൻസൺ. ഇതേപോലൊരു ലോഗറാണ് അയാൾ, മേർ വിൽക്കിൻസൺ എന്ന് പറയുന്ന ഒരാളുടെ ലോഗിങ് മെത്തേഡ് അത് ലോഗേഴ്സിന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ആ ആൾ എങ്ങനെയാണ് മരം മുറിച്ച് മാറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അയാൾ സ്വന്തമായിട്ട് ഒരു ഏരിയ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ അയാൾ എങ്ങനെയാണ് ഇതേപോലെ ലോഗിങ് നടത്തുന്നതെന്നാണ് പറയുന്നത്. ഹി ഹാർവസ്റ്റഡ് ട്രീസ് ഫ്രം വൈൽഡ് വുഡ് വൺസ് ഇൻ എവറി 5 years. 5 വർഷം കൂടുമ്പോഴാണ് മരം മുറിക്കുന്നത് അയാൾ നടത്താറ്. ആ ഒരു മുറിക്കുന്ന മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാണ്. അതായത് സോയിലിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അതേപോലെ അത് ആ മരം അവിടെ നിന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്വേഴ്സിറ്റീസ് അവിടെ സംഭവിക്കാം. അതേപോലെ ഭയങ്കര ഇപ്പം വീഴാറായിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ടാവും. ആ രീതിയിലുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ട്രീസൊക്കെയാണ് ഇയാൾ 5 വർഷം കൂടുമ്പോൾ മുറിച്ച് മാറ്റുന്നത്. ഈ ഒരു മെത്തേഡ് എല്ലാ ലോഗേഴ്സും, അതായത് ഇതേപോലെ ലോഗിങ് കമ്പനീസൊക്കെ ഫോളോ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, പ്രിസർവേഷൻ ഓഫ് ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റ് ആർ വെരി എസെൻഷ്യൽ ഫോർ ദ സൊല്യൂഷൻ ടു ക്ലൈമറ്റ് ചേഞ്ച്. അതായത് നമ്മളുടെ ക്ലൈമറ്റിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് ഈ ഒരു ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റിൻ്റെ നിലനിൽപ്പ് വളരെ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഫോറസ്റ്റ് ഹാസ് ദ എബിലിറ്റി ടു അബ്സോർബ് CO2 ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് സ്റ്റോർ ഇൻ മെനി വേയ്സ്. അതായത് ഈ ഫോറസ്റ്റ് ട്രീസിനൊക്കെ ഒരു എബിലിറ്റി ഉണ്ട് ഇൻ ഓർഡർ ടു അബ്സോർബ് ദ CO2 ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അതായത് നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഈ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്ന ഒരു ഇത് ഫോറസ്റ്റിനുണ്ട്. ത്രൂ ഫോട്ടോസിന്തസിസ് നമുക്കത് അറിയാവുന്നതാണ്. ദേ സ്റ്റോർ ഇറ്റ് ഇൻ മെനി വേയ്സ്. പല വിധത്തിൽ ഈ ട്രീസ് ഈ കാർബൺ ഡയോക്സൈഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്.
ഇതിൽ തന്നെ ഓൾഡ് ഫോറസ്റ്റ് ആണ് അതിന് ഏറ്റവും കേപ്പബിൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. Then projects to preserve forests can be implemented like Native American tribes have long practiced sustainable forestry. ഓക്കെ, അതേപോലെ ഒരു നേറ്റീവ് അമേരിക്കൻ ട്രൈബ്സ് അവർ ഫോറസ്റ്റ് പ്രിസർവ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഇവിടെ പറയുന്നത്. അവരും ഇതേപോലെയുള്ള ട്രീസൊക്കെ കട്ട് ചെയ്യുന്നത് ഒരു സെലക്റ്റീവ് കട്ടിങ് മെത്തേഡാണ്. അതായത് കൺസിഡേഴ്സ് ഈച്ച് ട്രീ ഇൻഡിവിജ്വലി, റിമൂവിങ് ദ ട്രീസ് ദാറ്റ് ആർ പാസ്റ്റ് മെച്യൂരിറ്റി, പുവർ ക്വാളിറ്റി, അതായത് ലോ ക്വാളിറ്റി ആയിട്ടുള്ള വീഴാറായിട്ടുള്ള ആ രീതിയിലുള്ള മരങ്ങൾ മാത്രമാണ് അവർ മുറിച്ച് മാറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കട്ടിങ് തൊട്ടടുത്തുള്ള ഒരു ട്രീനെ ബാധിക്കാതെ അതിൻ്റെ നിലനിൽപ്പിനെ ദോഷകരമായിട്ട് ബാധിക്കാത്ത രീതിയിൽ ആ രീതിയിലൊക്കെയാണ് ഈ നേറ്റീവ് അമേരിക്കൻ ട്രൈബ്സ് ഇതേപോലെ ഒരു ഫോറസ്ട്രി നിലനിർത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും കൊണ്ടുവരണം, ഇൻക്ലൂഡിങ് ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ്, അതായത് ഫെയറി ക്രീക്കിലും. അടുത്തതായിട്ട് പറയുന്നത് സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ് ബൈ വേരിയസ് വേയ്സ്. അപ്പോൾ ഇതേപോലുള്ളൊരു ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രേഡേഷൻ കോൺട്രിബ്യൂട്ട് ടു ദ ഗ്ലോബൽ വാർമിംഗ് ബൈ റിലീസിങ് എമിഷൻസ്. അതായത് മരം മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ എന്താണ്, അതേപോലെ ഫോറസ്റ്റ് ഡീഗ്രേഡ് ചെയ്യുന്നതൊക്കെ ഗ്ലോബൽ വാർമിങ് ആ ഗ്യാസസ് അവിടെ കൂട്ടാനാണ് അത് കാരണമാകുന്നത്. സോ സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് ഡീഫോറസ്റ്റേഷൻ. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ എന്ന അതിൻ്റെ ഒരു എന്താണ് ആഫ്റ്റർ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സെലക്റ്റീവ് ലോഗിങ് ഞാൻ പറഞ്ഞല്ലോ. സെലക്റ്റീവ് ലോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മെച്യൂരിറ്റി നഷ്ടപ്പെട്ട്, അതായത് അതേപോലെ പുവർ ക്വാളിറ്റി ആയിട്ടുള്ള ട്രീസൊക്കെ മുറിച്ച് മാറ്റുക, ബാക്കിയുള്ളത് അവിടെ നിലനിർത്തുക, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Today, it is clearer than ever that there is no solution to climate change without a solution to tropical deforestation. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, ക്ലൈമറ്റ് വേരിയേഷൻസ് അതൊക്കെ നല്ല രീതിയിലൊന്ന് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഡീഫോറസ്റ്റേഷനും പക്ക നിർത്തണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മരം മുറിക്കലിന് ഒരു കൺട്രോൾ വരുത്തണം എല്ലായിടത്തും. They actually said that the governments and the companies should protect these kinds of forests directly without relying on carbon credits. കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഈ ഇതേപോലുള്ള കമ്പനികൾക്ക്, ഇൻഡസ്ട്രികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ഇതാണ്, ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നൊരു സർട്ടിഫിക്കറ്റ് ആണ്. അവർ ഇത്ര ടൈം കൊണ്ട് ഏറ്റവും കുറവ് ഈ ഗ്യാസസ്, അതായത് വേസ്റ്റ് ഗ്യാസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ്. അതായത് ഇതേപോലെയുള്ള വേസ്റ്റ് ഗ്യാസ് എമിഷൻ ൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് കാർബൺ ക്രെഡിറ്റ് അത് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഇൻഡയറക്റ്റ് മെത്തേഡൊന്നും ഗവൺമെൻറ് ചൂസ് ചെയ്യാതെ നേരിട്ട് ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുക. അതായത് എമിഷൻസൊക്കെ കൂടുകയാണെങ്കിൽ നേരിട്ട് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുക, ഡീഫോറസ്റ്റേഷൻസ് കൂടുന്ന സ്ഥലത്ത് ഉടനെ അവരുടെ ലൈസൻസ് കട്ട് ചെയ്യുക, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ലിവിങ് കാർബൺ ഈസ് എ പബ്ലിക് ബെനിഫിറ്റ് കോർപ്പറേഷൻ വിത്ത് എ മിഷൻ ടു റീബാലൻസ് ദ മെറ്റബോളിക് സിസ്റ്റം ഓഫ് അവർ പ്ലാനറ്റ്. വേറൊരു കമ്പനിയാണ് ലിവിങ് കാർബൺ എന്ന് പറയുന്നത്. അതൊരു കോർപ്പറേഷനാണ്. അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മളുടെ പ്ലാനറ്റിൻ്റെ ഒരു മെറ്റബോളിക് സിസ്റ്റം പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള വർക്കാണ് അവർ ചെയ്യുന്നത്. ദേ ഡെവലപ്പ് ജെനറ്റിക്കലി എൻജിനീയർഡ് പ്ലാന്റ്സ് ടു സെക്വസ്റ്റർ ആൻഡ് സ്റ്റോർ കാർബൺ. അതായത് കാർബണൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ജെനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നു. കമ്പനി ഓൺ ചെയ്യുന്ന രണ്ട് ആൾക്കാരുടെ പേരോടെ എടുത്തു പറയുന്നുണ്ട് വീഡിയോയിൽ, മാഡി ഹാൾ ആൻഡ് പാട്രിക് മെല്ലർ എന്ന് പറയുന്നത്. So in the next part, the speaker tells the need for carbon removal technologies are urgently needed to address the climate crisis and achieve net zero carbon emissions. അടുത്തതായിട്ട് സ്പീക്കർ ഇവിടെ പറയുന്നത് CDR, കാർബൺ റിമൂവൽ ടെക്നോളജി, അത് എന്തായാലും നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ക്ലൈമറ്റ് ഇന്ന് ഫേസ് ചെയ്യുന്ന ക്രൈസിസ് ഒക്കെ കുറേയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സീറോ കാർബൺ എമിഷൻ അതൊക്കെ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്.
കണക്ക് നോക്കുകയാണെങ്കിൽ US ആണ് ഏറ്റവും കൂടുതൽ ഈ കാർബൺ അതർ ദാൻ എനി അതർ കൺട്രി എമിറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അടുത്തായിട്ട് സ്പീക്കർ പറയുന്നത് ടെൽസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസിഡറിങ് ദ എർത്ത് ആസ് എ ഫൈനൈറ്റ് റിസോഴ്സ്. എർത്ത് എന്ന് പറയുന്നത് ഒത്തിരി തലമുറകൾക്ക് ഇവിടെ ജീവിച്ചു പോകാനുള്ള റിസോഴ്സ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വി നീഡ് ടു ഫൈറ്റ് എ ലോട്ട് ടു സേവ് ദ ഏൻഷ്യൻറ്റ് റെയിൻ ഫോറസ്റ്റ് ഇതേപോലത്തെ പല റിസോഴ്സസ് ഇതെല്ലാം തന്നെ നമ്മൾ സേവ് ചെയ്യണം. ആരെങ്കിലും നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. ജസ്റ്റ് ലൈക്ക് ഇൻ ഫെയറി ക്രീക്ക് ഇൻ ബ്രിട്ടീഷ് കൊളംബിയ. At last, the speaker says about the collective responsibility to face the consequences of our actions and we have to think about our future generation. ഇത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. നമ്മളുടെ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും മനുഷ്യർ ദോഷമായിട്ട് എർത്തിനോട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് എന്തായാലും ദോഷമായിട്ട് തന്നെ വരുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ടേക്ക് ജീവിക്കുക. വി ഹാവ് ടു സേവ് അവർ ഫ്യൂച്ചർ ജനറേഷൻ ഇതേപോലൊരു സഫറിങ്ങിന് വഴിയൊരുക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ദേ ഹാവ് ടു മിങ്കിൾ വിത്ത് ദ ട്രീ പ്ലാന്റേഷൻസ്, അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഓൾഡ് ഗ്രോത്ത് ട്രീസ്. ഓക്കെ, അപ്പോൾ ഡീഫോറസ്റ്റേഷൻ അമിതമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഏജ് ഓൾഡ് ആയിട്ടുള്ള ട്രീസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് അവർ ന്യൂ ആയിട്ടുള്ള ട്രീസുമായിട്ട് അവർ മിങ്കിൾ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ കമ്മിങ് ജനറേഷൻസിനും നമ്മൾ അനുഭവിക്കുന്ന ഈ നല്ല കാലാവസ്ഥ, നല്ല ഈ റിസോഴ്സസ് ഇതൊക്കെ അവർക്കും കൂടി വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന രീതിയിലും മെയിനായിട്ടും ഇതൊരു ഫോറസ്റ്റ് കൺസർവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ആസ് എ ഹോൾ ഉള്ളത്. സ്പെഷ്യലി അഡ്രസ്ഡ് ദ ഇഷ്യൂ ഹാപ്പൻഡ് ഇൻ ഫെയറി ക്രീക്ക്. So that's all about this video.